നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായുമൊക്കെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് ജനസ്വീകാര്യത നേടാറുള്ളത്. ഇപ്പോൾ നടന്റെ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് നടൻ. മലയാളവും തമിഴുമെല്ലാം കടന്ന് ബോളിവുഡിൽ വരെ പൃഥ്വിരാജ് തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ പൃഥ്വി 2006 നൽകിയൊരു പഴയൊരു അഭിമുഖത്തിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. മലയാള സിനിമയുടെ അംബാസിഡർഷിപ്പാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. നാളെ ഞാൻ കാരണം മലയാള സിനിമ 4 പേർ കൂടുതൽ അറിഞ്ഞാൽ അത് എന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും പൃഥ്വി പറഞ്ഞു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നോ? തമിഴ്, ഹിന്ദി, തെലുങ്ക് ഇവിടെയൊക്കെ എനിക്ക് അഭിനയിക്കണം. ഇവിടെയെല്ലാം ഞാൻ വലിയ സ്റ്റാറുമാകണം. എന്നിട്ട് നാളെ അവിടുത്തെ ഒരു വലിയ സ്റ്റാറിന്റെ ഒരു അന്യഭാഷാ ചിത്രം അവിടുത്തെ തിയേറ്ററിൽ റിലീസാകുമ്പോൾ അവർ തിയേറ്ററിൽ പോയി അത് കാണണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. എനിക്ക് മലയാള സിനിമയുടെ അംബാസഡർ സ്ഥാനം വഹിക്കണമെന്നാണ് പൃഥ്വിരാജ് അഭിമുഖത്തിൽ പറഞ്ഞത്. പിന്നാലെ നിരവധി പേരാണ് പൃഥ്വിരാജിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ശരിക്കും ഇങ്ങേര് തന്നെ ഇല്ലുമിനാണ്ടി. അന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും എടുത്തു കളയാൻ നോക്കിയ മുതൽ ഇന്ന് ഇൻഡസ്ട്രി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നയാൾ. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ദീർഘവീക്ഷണം ഉണ്ടാകുമോ? സ്വപ്നം കാണുക മാത്രമല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും കഴിഞ്ഞ ഒരു നടനാണ് പൃഥ്വി. രാജപ്പ എന്ന് വിളിച്ചിരുന്നവരെ കൊണ്ട് രാജുവേട്ട എന്ന് വിളിപ്പിച്ചു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.